നമുക്ക് പോളിയോ വെച്ചിട്ട് വരാം ഗൈസ്. എന്താവോ എന്തോ അറിയില്ല ഗൈസ്. ഡെലിവറിക്ക് ശേഷം എത്ര ആൾക്കാർക്ക് മുടി കൊഴിഞ്ഞിട്ടുണ്ട്? ഭയങ്കര എക്സ്പ്രഷൻ, മിന്നി മറിയുന്ന എക്സ്പ്രഷനാണ്. സോ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാന്ന്. സോ വെൽക്കം ഗൈസ്. ഡെലിവറിക്ക് ശേഷം എത്ര ആൾക്കാർക്ക് മുടി കൊഴിഞ്ഞിട്ടുണ്ട്? ഒന്നാമത്തെ കാര്യം, ഈ വീട്ടിൽ ഏറ്റവും മുടി കൊഴിയുന്നത് ഏറ്റവും കുറവുള്ള വ്യക്തി ഞാനായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ ഈ വീട് നിറച്ചും എൻ്റെ മുടി മാത്രം. ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് എൻ്റെ മുടി കൊഴിയുന്നില്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, മുടി കൊഴിയുന്നേ ഇല്ല എന്ന് വരെ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ മുടി മാത്രമാണ് കൊഴിയുന്നത്. എവിടെ നോക്കിയാലും ഇപ്പം എൻ്റെ മുടി മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോൾ തന്നെ എനിക്ക് അയ്യോ, എന്നിട്ടും തലയിൽ ഇത്രയും മുടി ഉണ്ടെന്ന് നൽകുന്നതാണ് വേറൊരു അത്ഭുതം. അപ്പം എൻ്റെ അവസ്ഥ അതാണ്. മുടി കൊഴിയുക, അങ്ങോട്ട് കൊഴിയുക. രാവിലെ എണീച്ചാൽ മുടി, കുളിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിയുക, എല്ലാ സമയത്തും മുടി കൊഴിയുക. ഞാൻ അലവേര അപ്ലൈ ചെയ്തു, മുട്ട അപ്ലൈ ചെയ്തു, കൺട്രോൾ ആവുന്നില്ല. അമ്മ പറയുന്നത് ഇങ്ങനെ കുറച്ച് കാലം ഉണ്ടാവും ഇങ്ങനെ മുടി. അപ്പോഴത്തേക്ക് ഞാൻ മുട്ടയാവും ഗൈസ്. ഇതൊക്കെ എൻ്റെ മുടിയാണ്. ഡെലിവറിക്ക് ശേഷം എൻ്റെ മുടി ഭയങ്കരമായിട്ട് കാണുന്നുണ്ടോ, കണ്ടോ, ഭയങ്കരമായിട്ട് ഡെലിവറിക്ക് ശേഷം മുടി ഊരുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മുടി ഊരുന്നുണ്ട്, കണ്ടോ, ഇത് ഫുള്ളും മുടിയാണ്. ഇങ്ങനെ പോയാൽ ഞാൻ പെട്ടെന്ന് തന്നെ മുട്ടയാവും. ഇപ്പം ഇങ്ങനെ മുടി കൊഴിയുന്നതിൻ്റെ വിഷമം വരുമ്പോൾ ഞാൻ ഇവളെ നോക്കി ഇങ്ങനെ ചിരിക്കും, ഇവളെ എന്നോട് തിരിച്ചും ചിരിക്കും. അപ്പം നമുക്ക് രണ്ടാക്കും കുറച്ച് സമാധാനം ഉണ്ടാവും. ഇപ്പം ഇങ്ങനെ നോക്കലാണ് പണി എപ്പോഴും. ഇങ്ങനെ 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 കുമ്പിടുക, എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി 3 മണി മുതൽ 10 മണി വരെ ഇരിക്കുക. ഇതാണ് ഇവളെ പരിപാടി. എന്നിട്ട് ഇങ്ങനെ ഒച്ചയാക്കുക, കരയുക, എന്നിട്ട് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുക. കണ്ട എന്താ സന്തോഷം, കണ്ട കണ്ട കണ്ട. ശ്രമിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഭയങ്കരമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റിയിട്ടില്ലെങ്കിൽ ഭയങ്കര കരച്ചിലുമാണ്. ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് കൊടുക്കണ്ട. കരയാമോ? എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മേ, എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, എന്തുകൊണ്ട് എന്നെ കൊണ്ട് പറ്റാത്തേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാം. അതാ അവർക്ക് പോവാൻ പറ്റാത്തതിനാണ്. എന്ത് പറ്റി? പറ്റുന്നില്ല. മൊത്തത്തിൽ റെഡിയായി. ഇനി ഞാൻ നമുക്ക് പോളിയോ വെച്ചിട്ട് വരാം ഗൈസ്. എന്താവോ എന്തോ അറിയില്ല. എന്നിട്ട് അമ്മയും അവയും പുറത്ത് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. നമുക്ക് പോയിട്ട് വരാം. കരഞ്ഞു കരഞ്ഞു ഉറങ്ങിപ്പോയി. എങ്ങനെയുണ്ടായിരുന്നു വാക്സിൻ? രസം ഉണ്ടായിരുന്നില്ല?
ഇതാണ് ഇപ്പോഴത്തെ കലാപരിപാടികൾ. ഇങ്ങനെ കാല് എടുത്ത് മേലോട്ടേക്ക് ആക്കി വെക്കുക, എന്നിട്ട് ചിരിക്കുക. കാല് കിട്ടിയിട്ടില്ലെങ്കിൽ കരയാം. എന്നാ യുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഇതാണ് ഐഷുയുടെ കേക്ക്. ബർത്ത്ഡേ ആയിട്ട് എന്താ പറയാനുള്ളത്? 5-6 വർഷം 18 വയസ്സിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പ്രാവശ്യം കൂടി ആഘോഷിക്കാൻ പറ്റുന്ന വിചാരിക്കും. അപ്പോൾ കേക്ക് മുറിച്ചോളൂ. നമുക്ക് അമ്പലത്തിൽ പോയി ഉത്സവം കണ്ടാൽ പോവാ. ആ ലൈഫ് നമുക്ക് ഇതേപോലെ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യുക. കാരണം നമ്മുടെ ലൈഫിൽ ആകെ ഉണ്ടാവുന്നത് മെമ്മറീസ് മാത്രമാണ്. നമ്മൾ കണ്ട സ്ഥലങ്ങളോ ആൾക്കാരോ ഒന്നും ഉണ്ടാവില്ല, മെമ്മറീസ് മാത്രമാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്.